ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മീൻകറി ആയാലോ? അതിനാവശ്യമായുള്ള സാധനങ്ങളാണ് കാണുന്നത്. അപ്പോൾ നമുക്കൊരു വരാല് കറി ഉണ്ടാക്കാം. വരാല് മുറിച്ച് കഷ്ണങ്ങളാക്കി കഴുകി മാറ്റി വെക്കണം. കറിക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചുവന്നുള്ളി പച്ചമുളക് അരിഞ്ഞെടുക്കുക. ആവശ്യമായ കുടപ്പുളി എടുത്ത് മാറ്റി വെക്കുക. നമ്മൾ നേരത്തെ മാറ്റിവെച്ച കുടപ്പുളി നന്നായിട്ട് കഴുകി തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വയ്ക്കണം. അതിനുശേഷം മീൻകറിക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല ഇവയെല്ലാം ഒരു പാത്രത്തിലിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കി മാറ്റി വയ്ക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈസ്റ്റേൻ്റെ ഫിഷ് മസാലയാണ്. ഇനി നമുക്ക് മീൻകറി വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ആദ്യം കടുകിടുക. കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി പൊട്ടിയതിന് ശേഷം ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം അരിഞ്ഞു മാറ്റിവെച്ച ചുവന്നുള്ളിയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഈ പരുവമാകുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റിവെച്ച കുഴമ്പ് രൂപത്തിലുള്ളത് ഇതിനോടുകൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയും വരെ ഇളക്കി കൊടുക്കണം. ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുടപ്പുളി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ആ വെള്ളവും പുളിയും ഇതിനോടുകൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കേണ്ടതാണ്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ മുറിച്ച് മാറ്റി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ചിറ്റിച്ച് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാവും. ഇനി അത് തുറന്ന് വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഫൈനലി വരാല് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്